എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പുതിയൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. റവ കൊണ്ടുള്ള ഒരു ഉപ്മാവാണ്. പുതിയ ഡിഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും റവ ഉപ്മാവ് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. പക്ഷേ ഞാൻ ഇന്ന് ഒരു പ്രത്യേക രീതിയിലാണ് ഈ റവ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മിക്കവാറും ഈ ഉപ്മാവും ഇതൊക്കെ കഴിക്കാൻ ചില മടിയന്മാരാണല്ലോ. നമ്മുടെ ഒരു 5-6 വയസ്സായ പിള്ളേരൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മടിയായിരിക്കും. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. കുറച്ച് സ്വീറ്റിയും കൂടാണ്. അപ്പം നമുക്ക് ഈ ഉപ്മാവിനുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം ഇത് ഒരു അരമുറി തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അരമുറി തേങ്ങ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് മതി, ഒരു 5-6 പീസ് തേങ്ങാക്കൊത്ത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞത്. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ 3 പച്ചമുളക്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എരിവില്ലാത്ത പച്ചമുളക് കൊടുക്കാം. ഇപ്പം ഞങ്ങൾക്ക് എരിവ് വേണമെന്നുള്ളത് കൊണ്ട് 3 പച്ചമുളക് എരിവുള്ളത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എരിവ് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ മതി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് കറുത്ത കിസ്മിസാണ്, കറുത്തത്. അതുപോലെ തന്നെ കാഷ്നട്ട് വേണം, കുറച്ച് കാഷ്നട്ട് വേണം. അതുപോലെ തന്നെ നെയ്യ്, നമ്മൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അത് അന്നേരം ഞാൻ പറയാം, എത്ര ഒഴിക്കുന്നുള്ള അന്നേരം പറയാം. പിന്നെ ഞാനിത് ഇതുപോലെ ഒരു കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കപ്പിനാണ് റവ എടുക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ ചൂസ് ചെയ്യാം. ഞാൻ ഈ വലിയൊരു കപ്പിന് റവ എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കപ്പിന് തന്നെ വെള്ളം നമ്മൾ എന്താ ചേർക്കുന്നത് അത് ചേർക്കണം. ഞാനിപ്പോൾ പാലാണ് ചേർക്കുന്നത്. പാലും വെള്ളവും കൂടെ പകുതിയായിട്ട് മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ 1 കപ്പ് റവ വേണം. അപ്പം നിങ്ങൾ എടുക്കുമ്പം ഏത് മെഷർമെൻറ്റ് കപ്പിനാണ് എടുക്കുന്നത് അതേ മെഷർമെൻറ്റ് കപ്പിന് തന്നെ വെള്ളവും എടുക്കണം, 1 കപ്പ് വെള്ളം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം മാത്രം മതി, അല്ല ഒരുപാട് വെള്ളം വേണ്ട. മിക്കവാറും ഉപ്മാവെല്ലാം കുഴഞ്ഞിരിക്കും. പക്ഷേ എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഉപ്മാവ് ഇഷ്ടമല്ല. അപ്പം ഈ 1 കപ്പ് റവ. പിന്നെ ഞാനൊരു 1/2 ഗ്ലാസ് പാല്, അതേ കപ്പിൽ തന്നെ 1/2 ഗ്ലാസ് പാല്, അതായത് വെള്ളം ചേർക്കാത്ത പാൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പാല് ഡയറക്റ്റ് ചേർക്കരുത്, ഒന്ന് കാച്ചി എടുത്തിട്ടേ ചേർക്കാവുള്ളൂ. ചിലപ്പം പാലൊക്കെയാണ് നമുക്ക് പിരിഞ്ഞു പോകുന്നു പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പാല് കാച്ചി എടുത്തിട്ട് വേണം അതിനകത്തൂടെ നമുക്ക് വെള്ളം നിറച്ച് ഈ 1 കപ്പ് നിറച്ച് പാലും വെള്ളവും കൂടെ 1 കപ്പാക്കണം. അപ്പോൾ അത്രയും. പിന്നെ ഇനിയും നമ്മൾ താളിക്കാൻ നേരത്ത് എന്തെല്ലാം സാധനം വേണമെന്ന് ഞാൻ അന്നേരം പറയാം. നമുക്ക് താളിക്കുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ അന്നേരം പറയാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാൻ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരട്ടെ. അത് ചൂടായിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി എല്ലാം കൂടെ ഒന്ന് വറുത്ത് പോകാനായിട്ടാണ്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. അറിയാമല്ലോ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി വറുക്കാനുള്ള നെയ്യ്, ഒരു 1.5 സ്പൂൺ നെയ്യുണ്ട്. അപ്പോൾ കാഷ്നട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വേറെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി അതുപോലെ നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുന്തിരിങ്ങായും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്ക് ഇതുപോലെ വറക്കാം.
നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് ഗീയുടെ അതിനകത്ത് ആഡ് ചെയ്യുക. ഒരു അര ടീസ്പൂൺ കൂടെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. റോസ്റ്റഡ് റവയാണിത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കാൻ പോവാണ്. ഒരുപാട് നേരം വറക്കണ്ട, കുറച്ച് നേരം വറുത്താൽ മതി. ഓൾറെഡി ഇത് റോസ്റ്റഡ് റവ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ റവ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുന്നത്. ഇന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ നോക്കി ചെയ്യണം. കരിഞ്ഞു പോയാൽ പിന്നെ അത് കരിഞ്ഞൊരു സ്വാദായിരിക്കും. എനിക്കാണെങ്കിൽ പണ്ട് ഉപ്മാവെന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഇങ്ങനെ കട്ടയായിട്ട് കുഴഞ്ഞൊക്കെ പോകുമായിരുന്നു. എന്ത് ചെയ്താൽ ഒരു തരത്തിൽ ഉപ്മാവ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഈ ഉപ്മാവ് ഉണ്ടാക്കി എനിക്ക് വട്ട് പിടിച്ചു. എത്ര ഉണ്ടാക്കിയാലും ഉപ്മാവ് ഉണ്ടാക്കിയാലും ശരിയാവത്തില്ല. പിന്നെ എൻ്റെ അമ്മച്ചിയാണെങ്കിൽ നല്ലപോലെ ഉപ്മാവ് ഉണ്ടാക്കും. അപ്പം ഞാനിങ്ങനെ അമ്മച്ചി ചെയ്യുന്നതൊക്കെ ഉപ്മാവ് ഉണ്ടാക്കും. അമ്മച്ചി ഇങ്ങനെ നല്ല പൊടിയായിട്ട് നല്ല പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പൊടിഞ്ഞ് നല്ല ഉപ്മാവ് ഉണ്ടാക്കും. അപ്പോൾ ഇത് കണ്ട് ഞാൻ പിന്നെ അങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കാൻ ഞാൻ പിന്നെ പഠിച്ചു. അപ്പം നമ്മൾ റവ ഏകദേശം ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. റോസ്റ്റഡ് റവയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, റോസ്റ്റഡ് റവയാണ്. അതുകൊണ്ട് ഒരുപാട് നേരമായിട്ട് വറക്കണ്ട. നമ്മളൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് തോന്നും. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അത് ആ പരുവത്തിലൊന്ന് വറുത്തെടുക്കുക. തീ കരിഞ്ഞു പോകാതെ തീ കുറച്ചിട്ട് വറക്കുക. അപ്പോൾ നമ്മുടെ റവ വറുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഗീ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ കടുക്, ഒരു കൈപ്പിടി ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരുപാട് കരിഞ്ഞു പോകരുത്. നമുക്ക് ആ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഉഴുന്നുപരിപ്പ് ഒരുപാട് കരിയാതെ നോക്കണം. ഇഞ്ചി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എട്ട് 9 ചെറിയുള്ളി ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. നമ്മുടെ ഒരു കൈ നിറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു. ചിലവർ സവോള ചേർക്കും ഇതിനകത്ത്. പക്ഷേ ഞാൻ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. കാരണം ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതൽ. ഞാൻ സവോള ചേർക്കാറില്ല. എൻ്റെ അമ്മച്ചി ഇങ്ങനെ സവോളയും ചേർക്കാറില്ല, ചെറിയുള്ളി തന്നെ പൊളിച്ച് ചേർക്കും. അത് നമുക്ക് പൊളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടേ വെക്കത്തുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ചെറിയുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊരു വലിയ ക്യാരറ്റാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ക്യാരറ്റിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് ഒരുപാടങ്ങ് വേവണ്ട, ഒരു പകുതി വേവായാൽ മതി. കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പാലും വെള്ളവും കൂടെ ഒഴിക്കുമ്പോൾ അതിനകത്ത് കിടന്ന് വേവും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വേവിച്ചങ്ങ് ഉടഞ്ഞു പോകണ്ട. ഇത്രയും മതിയാവും. നമ്മുടെ പാല്
പാലും അതുപോലെ തന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തിളപ്പിച്ചിട്ട് വേണം എടുക്കാൻ. പ്രത്യേകം ഓർക്കണം, പാലും വെള്ളവും കൂടെ നമ്മൾ തിളപ്പിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളപ്പിച്ചിട്ട് എടുക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഈ റവ ഇടുമ്പം എന്താ വെച്ചാൽ ഈ കുറുവാണെങ്കിൽ, റവ ഭയങ്കരമായിട്ട് കുറുവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക, കട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇത് നമ്മുടെ ഈ മല്ലിയില നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ഞാൻ തിളയ്ക്കുന്ന സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വെള്ളത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, പാലും വെള്ളത്തിലോട്ട്. ഇളക്കി നോക്കാം. അപ്പം നമ്മുടെ റവ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കൊടുക്കുന്നതോട് കൂടി നമ്മളത് ഇളക്കി കൊടുക്കണം. നമ്മുടെ റവയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. തീ കുറച്ച് വെക്കുക. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊരു അരമുറി തേങ്ങ ഉണ്ട്. തേങ്ങ ചേർത്ത് നല്ല ടേസ്റ്റാണ്. തേങ്ങ ചേർത്ത് അതും കൂടി നമുക്ക് ഇളക്കാം. അപ്പം നമ്മുടെ റവ ഇങ്ങനെ ശരിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം. മൂടി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ റവ എങ്ങനെയാണെന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ 5 മിനിറ്റ് വെച്ചതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുട്ടുപൊടി പോലെ, നല്ല പുട്ടുപൊടി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ടുപൊടി പോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയത് ഈ അടുപ്പിൻ്റെ സൈഡ് മുഴുവൻ ഉപ്പുമാവായി. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം ഉപ്പുമാവ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ നമ്മുടെ കിസ്മിസ്, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇത് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും കൂടെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.